നമസ്കാരം സുഹൃത്തുക്കളെ, JP ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രാൻസിലെ നീസിൽ വെച്ച് നടന്ന G7 സമ്മിറ്റിനിടെ മോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും വലിയ ചർച്ചയായിരിക്കുകയാണ്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് ട്രംപ് ഒരു തമാശ പറയുകയുണ്ടായി. മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയെ ഞാൻ സംരക്ഷിക്കും. കേൾക്കാൻ നല്ല സുഖമുള്ള വാചകം അല്ലേ? ട്രംപിന് കൃത്യമായി അറിയാം മോദിക്ക് എന്താണ് കേൾക്കേണ്ടതെന്ന്. കാരണം കുട്ടിത്വവും ലോക വിവരമില്ലായ്മയും കൈമുതലായുള്ള മോദിക്ക് പുകഴ്ത്തലുകൾ വലിയ ഇഷ്ടമാണ്. ട്രംപ് അവിടെ ചെയ്തതും അതുതന്നെയായിരുന്നു. അതൊരു പക്ക ട്രംപ് സ്റ്റൈൽ അഹങ്കാരം നിറഞ്ഞ തമാശ മാത്രമായിരുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്താണെന്നറിയാമോ? നമ്മുടെ നാട്ടിലെ നട്ടലില്ലാത്ത ലജ്ജയില്ലാത്ത ഗോദി മീഡിയ ഈ തമാശയെ എങ്ങനെ എടുത്ത് ആഘോഷിച്ചു എന്നുള്ളതാണ്. ട്രംപ് തമാശയായി പറഞ്ഞൊരു കാര്യത്തെ പിടിച്ച് മോദിയെ ആരെങ്കിലും ആക്രമിച്ചാൽ സംരക്ഷിക്കാൻ ട്രംപ് ഓടിയെത്തും, മോദിയുടെ പവർ കണ്ട് ട്രംപ് ഞെട്ടി എന്നൊക്കെ പറഞ്ഞ് അവർ പ്രൈം ടൈം ചർച്ചകൾ വരെ നടത്തിക്കളഞ്ഞു. എത്രത്തോളം പാദസേവ ചെയ്യാൻ ഒരു ഉളുപ്പുമില്ലാത്തവരാണ് ഈ ഗോദി മീഡിയകൾ എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ആഗോള മാധ്യമങ്ങളൊക്കെ ഇതൊരു തമാശയായി തള്ളിക്കളയുമ്പോൾ ഇവിടെയുള്ള ഭക്തജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ വാർത്താ ചാനലുകൾ നടത്തുന്ന ഈ നാടകം നമ്മൾ കാണാതെ പോകരുത്. ചാനൽ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് ഫോക്സ് ന്യൂസ് പങ്കുവച്ച ട്രംപ് ഇങ്ങനെ പറയുന്ന വീഡിയോ ഒന്ന് കാണാം. Can you speak to the defense relationship between India and the United States? I think it's a great relationship. I can tell you this, without having a contract, we don't have a contract, you'd have to write contract, but if they were attacked, we would be there to help them. How is that? Is that a good statement? Okay, come here, man. If anybody attacks that man, we're going to be there. Now, if there's a new leader, I'm not sure about it. Okay. If there's a new leader, I don't know about that. But if they're attacked and he's the leader, we're going to be there to help. കണ്ടല്ലോ അല്ലേ? ആ ഇന്ത്യൻ റിപ്പോർട്ടർ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയും യുണൈറ്റഡ് സ്റ്റേറ്റ്സും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അതിന് ട്രംപ് നൽകിയ മറുപടി ഇങ്ങനെയാണ്: അത് വളരെ മികച്ച ബന്ധം ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ഇത് പറയാൻ സാധിക്കും. ഒരു ഉടമ്പടിയില്ലാതെ ഞങ്ങൾ തമ്മിൽ ഉടമ്പടിയില്ല. പക്ഷേ ഇവരെ ആക്രമിച്ചാൽ ഞങ്ങൾ അവിടെ സഹായിക്കാൻ ഉണ്ടാവും. എന്നിട്ട് മോദിയെ നോക്കി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത്? അത് ഒരു നല്ല പ്രസ്താവനയാണോ? എന്നിട്ട് മോദിയുടെ കൈപിടിച്ച് പറയുകയാണ്, ഇവിടെ വരൂ മനുഷ്യ. മോദി അത് കേട്ട് ഇളിക്കുന്നു. ട്രംപ് മോദിയെ ചൂണ്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ മനുഷ്യനെ ആരെങ്കിലും ആക്രമിച്ചാൽ ഞങ്ങൾ അവിടെ സഹായിക്കാൻ ഉണ്ടാകും. എന്നാൽ ഇനി അവിടെ പുതിയൊരു നേതാവാണ് വരുന്നതെങ്കിൽ എനിക്ക് അതിൽ അത്ര ഉറപ്പില്ല. വീണ്ടും കളിയാക്കി എന്നതുപോലെ പറയുകയാണ്, പുതിയൊരു നേതാവാണെങ്കിൽ എനിക്ക് ഉറപ്പില്ല. ഇവരെ ആക്രമിക്കുകയും മോദിയാണ് നേതാവും എങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ അവിടെ എത്തും. എന്താണ് ട്രംപ് ഉദ്ദേശിച്ചത്? ട്രംപിന്റെ അമേരിക്കൻ ചാര ഏജൻസി CIA അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ പ്ലാന്റ് ആണോ മോദി എന്നാണോ? ആർക്കറിയാം? ഇന്ത്യയെ നശിപ്പിക്കുന്നതിനു വേണ്ടി അമേരിക്ക ഇറക്കിയ ആളാണോ മോദി എന്നാണോ ട്രംപ് ഉദ്ദേശിച്ചത് എന്ന്. ഇത് കേട്ടയുടൻ മോദി ഇരുന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ? കിക്കി കിക്കി എന്ന് കേൾപ്പിച്ചുകൊണ്ടുള്ള ഒരു വഷളൻ ചിരി. തൻ്റെ മുന്നിലിരിക്കുന്നയാൾ തന്നെ പരസ്യമായി കളിയാക്കുകയാണോ അതോ പുകഴ്ത്തുകയാണോ എന്ന് പോലും ഉള്ളതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പറ്റാതെ, മനസ്സിലാക്കാൻ പറ്റാതെ ഇരുന്ന് ഇളിക്കുന്നു. ഇത് ട്രംപിന്റെ സ്ഥിരം അഹങ്കാരം നിറഞ്ഞ ആളുകളെ ട്രോളുന്ന രീതിയിലുള്ള ഒരു തമാശ മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അവിടെ ആർക്കും ഉണ്ടായില്ല എന്നതാണ് കഷ്ടം. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വാറോലയായ ഫോക്സ് ന്യൂസിന്റെ ഔദ്യോഗിക ട്വീറ്റ് നോക്കൂ. അതിൽ അവർ കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയാണ്: പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയെ പ്രതിരോധിക്കുമെന്ന് അമേരിക്കയുടെ പ്രതിജ്ഞാബദ്ധതയെക്കുറിച്ച് പ്രസിഡന്റ് ട്രംപ് ഒരു തമാശ പറയുന്നു. കണ്ടോ, അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ ഇത് വെറുമൊരു തമാശ അഥവാ ജോക്കാണെന്ന് പച്ചയായി എഴുതി വച്ചിരിക്കുകയാണ്. ട്രംപ് വെറുതെ ഒരു രസത്തിന് പറഞ്ഞതാണെന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷെ നമ്മുടെ നാട്ടിലെ അന്ധഭക്തർക്കും ഗോദി മീഡിയയ്ക്കും ഇതൊരു വിശ്വഗുരു ചരിത്ര സംഭവമാണ്. ഇനി നമുക്ക് നമ്മുടെ ലജ്ജയില്ലാത്ത ഗോദി മീഡിയകളും അവരുടെ ആങ്കർമാരും ഈ തമാശയെ എങ്ങനെയാണ് വളച്ചൊടിച്ചതെന്ന്
ഓരോന്നായി പരിശോധിക്കാം. ഇന്ത്യ ടുഡേ കൊടുത്ത വാർത്ത കണ്ടോ? ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് പ്രതിജ്ഞ ചെയ്യുന്നു. മോദിയാണ് നേതാവെങ്കിൽ ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ ഞങ്ങൾ അവരെ സഹായിക്കാനുണ്ടാകും എന്നാണ് ട്രംപ് പറഞ്ഞത്. ഹോ, എന്ത് ഗൗരവത്തോടെയാണ് അവർ ഈ തമാശയെ അവതരിപ്പിക്കുന്നത്. അടുത്ത ഗോദി മീഡിയ ആങ്കറുടെ അവകാശവാദം കാണൂ. സ്മൃതി ശർമ്മ എന്ന ഭക്ത എഴുതിയിരിക്കുന്നത് കണ്ടോ? മോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയെ ആക്രമണത്തിൽ നിന്ന് അമേരിക്ക സംരക്ഷിക്കും. ബിഗ് ന്യൂസ്, മോദിയാണ് നേതാവെങ്കിൽ ഇന്ത്യയെ സഹായിക്കാൻ ഞങ്ങളുണ്ടാകും. ഇവർക്കൊക്കെ ട്രംപ് തമാശ പറഞ്ഞതാണെന്ന് മനസ്സിലാക്കാനുള്ള മിനിമം കോമൺ സെൻസ് പോലുമില്ലേ? ഇനി ഇക്കണോമിക് ടൈംസ് തള്ളുന്നത് നോക്കൂ. ഇന്ത്യ ആക്രമിക്കപ്പെടുകയും മോദി നേതാവായിരിക്കുകയും ചെയ്താൽ ഞങ്ങൾ സഹായിക്കാൻ പോകുന്നു എന്ന് പ്രതിരോധ സഹകരണത്തെക്കുറിച്ച് ട്രംപ് പറഞ്ഞു. ഒരു സാധാരണ തമാശയെ ട്രോൾ ചെയ്യുന്നതിനെ രാജ്യങ്ങൾ തമ്മിലുള്ള വലിയ പ്രതിരോധ കരാറായി മാറ്റാൻ വെമ്പുന്ന ഇവർക്ക് പ്രത്യേകം അവാർഡ് തന്നെ കൊടുക്കണം. അടുത്ത തള്ളു വരുന്നത് ആറ്റക്കിൽ നിന്നാണ്. ഇന്ത്യക്ക് മേൽ ആക്രമണമുണ്ടായാൽ ഞാൻ ഇന്ത്യക്കൊപ്പം നിൽക്കും. എൻ്റെ ഭരണകാലത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം സ്ഥാപിക്കപ്പെട്ടു. ഞാൻ ഉടൻ ഇന്ത്യ സന്ദർശിക്കും എന്ന് ട്രംപ് മോദിയോട് പറഞ്ഞു. വാർത്തകളുടെ താഴെ അവർ കൊടുത്തിരിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് എന്താണെന്ന് അറിയാമോ? മോദി വളരെ ശക്തനായ ഒരു ചർച്ചക്കാരനാണ് എന്ന് ട്രംപ് പറഞ്ഞു എന്ന്. എവിടുന്ന് കിട്ടുന്നു സുഹൃത്തുക്കളെ ഇവർക്കൊക്കെ ഈ വക തള്ളുകൾ? മൊദാനിയുടെ NDTVയുടെ ബ്രേക്കിംഗ് ന്യൂസ് കാണൂ. ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ സംരക്ഷിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് NDTVയോട് പറഞ്ഞു. കൂടാതെ സ്ക്രീനിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ഉഭയകക്ഷി കൂടിക്കാഴ്ച ശക്തമായ സന്ദേശം നൽകുന്നു എന്ന്. അവസാനമായി രാഹുൽ ശിവശങ്കർ എന്ന നാണംകെട്ട ഗോദി മീഡിയ ആങ്കർ പറഞ്ഞിരിക്കുന്നത് കാണാം. വലിയ കണ്ടെത്തലുകളാണ് അയാൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ട്രംപിന്റെ പ്രശംസാ വചനങ്ങളും അതിൽ നിന്നുള്ള 6 കണ്ടെത്തലുകളും. ഒന്നാമതായി, ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രാധാന്യത്തെ ട്രംപ് നേരിട്ട് മോദിയുടെ ലീഡർഷിപ്പുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. രണ്ടാമതായി, ഇന്ത്യ ആക്രമിക്കപ്പെട്ടാൽ US പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇത് ചൈനയെയും പാകിസ്ഥാനെയും പ്രതിരോധിക്കാനുള്ള നീക്കമാണ്. മോദിയുടെ വ്യക്തിപരമായ കെമിസ്ട്രിയുടെ വിജയമാണ്. ഈ വിശകലനം കാണുമ്പോൾ ചിരി നിർത്താൻ പറ്റുന്നില്ല. പത്രങ്ങളിൽ വന്ന വാർത്തകൾ കൂടി നോക്കൂ. ഹിന്ദുസ്ഥാൻ ടൈംസ് പത്രത്തിൽ വലിയ തലക്കെട്ട് കൊടുത്തിരിക്കുന്നു, ആക്രമിക്കപ്പെട്ടാൽ മോദി നയിക്കുന്ന ഇന്ത്യയെ സഹായിക്കുമെന്ന് ട്രംപ്. മോദി കൈകൂപ്പി നിൽക്കുന്ന ചിത്രത്തിനൊപ്പമാണ് ഈ വാർത്ത അവർ കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ സുഹൃത്തുക്കളെ, ട്രംപ് ഒരു നാണംകെട്ട ഗോദി മീഡിയ ആങ്കറുടെ ചോദ്യത്തിനു മുന്നിൽ വെറുതെ അടിച്ചുവിട്ട വിടുവായത്വത്തെയാണ് ഈ ഗോദി മീഡിയകൾ വലിയൊരു അന്താരാഷ്ട്ര പ്രതിരോധ കരാറായി നമ്മുടെ തലയിൽ കെട്ടിവയ്ക്കാൻ നോക്കുന്നത്. ട്രംപ് മോദിയെയും ഇന്ത്യയെയും പുകഴ്ത്തുന്നു. ട്രംപും മോദിയും തമ്മിലുള്ള സൗഹൃദം വളരെ ദൃഢമാണ്. മോദി എത്ര ശക്തനാണ്, മോദി ഉള്ളത് കൊണ്ട് മാത്രമാണ് ട്രംപ് സംരക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ വിഡ്ഢികളാക്കുകയാണ്. അമേരിക്കയിൽ ട്രംപിനെ അനുകൂലിക്കുന്ന സ്വന്തം ചാനൽ വരെ ഇതൊരു തമാശയാണെന്ന് തുറന്നു സമ്മതിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ഇങ്ങനെ നാണമില്ലാതെ പാദസേവ ചെയ്യുന്നത്. ഇന്ത്യയിലെ അന്ധഭക്തരെ വിഡ്ഢികളാക്കാൻ ഈ തള്ളുകൾ ഉപകരിക്കുമായിരിക്കും. പക്ഷേ കുറച്ചെങ്കിലും കോമൺ സെൻസും വിവരവുമുള്ള സാധാരണ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്താണെന്ന്. ഇത്തരം നാടകങ്ങൾ വഴി മാധ്യമങ്ങൾ എത്രത്തോളം തരം താഴാം എന്നാണ് വീണ്ടും തെളിയിക്കപ്പെടുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.